നിക്ക്. എന്താടി എടി അസീന ടീച്ചർ, നീ എവിടെ പോയിട്ട് വരുന്നതാ? എടി നാളെ ഇടാനുള്ള പട്ടുവാടം ബ്ലൗസും മേടിക്കാൻ ഉമ്മി എന്നെ പറഞ്ഞു വിട്ടാതെ എന്റെ പട്ടുവാടം ബ്ലൗസും ഒക്കെ തയ്ച്ചു കിട്ടി. നീ എന്താ നാളെ ഇടുന്നത്? ഓണം സെലിബ്രേഷൻ ഇടാനോ? പട്ടുപാവാടയോ? ആ, ഞങ്ങൾ എല്ലാവരും പട്ടുവാടം ബ്ലൗസും അടിയിടുന്നേ. ഞാൻ നല്ല കോട്ടൺ ഉടുപ്പാ ഇടുന്നത്. പട്ടുനൂൽ പുഴുവിനെയൊക്കെ കൊന്നിട്ടെടുക്കുന്നതാണ് പട്ടുപാവാട. ആണോ? അങ്ങനെയുള്ള സാധനം ഒന്നും ഉപയോഗിച്ചുകൂടാ. നമ്മളെ മേനകാ ഗാന്ധി പിടിക്കും. അതാരാ? അവരാരാണെന്നോ? നമ്മൾ മൃഗങ്ങളെയോ പ്രാണികളെയോ ഒക്കെ ദ്രോഹിച്ചാൽ അവര് വന്ന് പിടിക്കും നമ്മളെ. അവര് പോലീസിൽ കേസ് കൊടുത്ത് നമ്മളെ അകത്താക്കും. അതുകൊണ്ട് ഞാൻ എന്തായാലും അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഞാൻ പട്ടുപാവാട ഒന്നും എടുത്തില്ല. കാരണം പട്ടുനൂൽ പുഴുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാളെ ഞാൻ പട്ടുപാവാട എടുത്തില്ല. എന്നാ നിങ്ങൾ ഇട്ടോ, കുഴപ്പമില്ല. നിങ്ങളെ വന്ന് പോലീസ് പിടിക്കും, വേറെ കുഴപ്പമൊന്നുമില്ല. ഒരു പൃഥ്വിരാജ് പരിസ്ഥിതി പറയുന്നുണ്ടല്ലോ, ഇതിലും നല്ല പട്ട് സ്വപ്നങ്ങളിൽ മാത്രം. അപ്പൊ അവരെ പോലീസ് പിടിക്കത്തില്ലേ? സിനിമാ നടന്മാരെ ഒന്നും പോലീസുകാർ പിടിക്കില്ലടി. അതുകൊണ്ടാ അവരങ്ങനെയൊക്കെ പറയുന്നത്. നീ ഇത് കാര്യമാക്കുന്നത്. ഞാൻ എന്തായാലും നാളെ കോട്ടൺ ഉടുപ്പാ ഇടുന്നത്. അനുവും ശ്രുതിയും എല്ലാവരും നാളെ വേറെ ഡ്രസ്സാ ഇടുന്നത്. നീ മാത്രമേ ഉള്ളൂ പട്ട് പാവാടി ഇട്ടോണ്ട് വരുന്നേടി. പട്ടുനൂൽ പുഴുവിനെ ഓർത്തെങ്കിലും അത് ഇടല്ലേടി. അപ്പൊ നീ നാളെ പട്ടുപാവാട ഇടുന്നതിന് തീരുമാനിച്ചോ? വരൂ, നമുക്ക് ഒരുമിച്ച് മൃഗങ്ങളെ സംരക്ഷിക്കാം, നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം. ഇത് സത്യം, ഇത് സത്യം, ഇത് സത്യം. ഇടി നീ ഇപ്പൊ എല്ലാവരോടും പറ. അപ്പൊ എല്ലാവരോടും വേറെ എന്തിനാ ഡ്രസ് ഇട്ടുകൊണ്ട് വരാൻ പറ. നാളെ ഞാൻ ഫ്രോക്കാണ്. അപ്പൊ നീ നാളെ ജീൻസും ടോപ്പ് ഇട്ടാൽ മതി. ഓക്കെ? എനിക്ക് കുഞ്ഞിനെ സംരക്ഷിക്കണ്ടടി. എനിക്ക് രാവിലെ ഇതിടാൻ തന്നെ കൊതിയായി. എന്തായാലും ഞാൻ നാളെ ഇതിടും. പോലീസ് പിടിച്ചാലും സാരയില്ലടി. എന്റെ മാമ ഇവിടുത്തെ വാർഡ് മെമ്പർ അല്ലേ, എന്നെ വന്ന് ജാമ്യത്തിലെടുത്തോളും. എന്തായാലും ഞാനിതിടാൻ തീരുമാനിച്ചടി. എന്നാ ശരി. കുഞ്ഞുമോൾ വീട്ടിൽ. എനിക്ക് പട്ടുപാവാട വേണം. എല്ലാരും നാളെ പട്ടുപാവാട ഇട്ടോണ്ടാ വരുന്നത്. എനിക്ക് പട്ടുപാവാട വേണം. മിണ്ടി പോവല്ലോ, ഉള്ളത് ഇട്ടോണ്ട് സ്കൂളിൽ പോയാൽ മതി. കുഞ്ഞുമോളെ, ഷാട്ടിയും പിടിച്ചാൽ നീ തല്ലുള്ളൂ. വെറുതെ ഇരുന്ന് കരയാതെ വന്ന് വല്ലതും കഴിക്കാൻ നോക്കാം മര്യാദയ്ക്ക്. എത്ര നേരമായി ഞാൻ പാലും ബിസ്ക്കറ്റും എടുത്ത് വെച്ചിട്ട്? എനിക്ക് വേണ്ട, എനിക്ക് നിങ്ങളുടെ പാല് വേണ്ട, ബിസ്ക്കറ്റ് വേണ്ട. എനിക്ക് ഇപ്പൊ പട്ടുപാവാട ബ്ലൗസ് മേടിച്ച് എടി അസീന ടീച്ചർ, ഹായ്. നീ എന്താ ഇവിടെ? ഞാൻ നിന്റെ സോഷ്യലിന്റെ ബുക്ക് തിരിച്ചു തരാൻ വന്നതാ. ഞാൻ എല്ലാം കേട്ടു. ആന്റി, ഇവളെന്നോട് പറഞ്ഞു പട്ടുപാവാടയൊക്കെ ഇട്ട് കഴിഞ്ഞാല് നമ്മളെ പോലീസ് പിടിക്കും, പട്ടുനൂൽ പുഴുവിനെ ഉപദ്രവിച്ചിട്ടാണ് പട്ടുണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ഇവിടെ എന്നെ ഒരുപാട് വഴി വെച്ച് വഴക്കുണ്ടാക്കി ആന്റി. എന്നിട്ട് ഇവിടെ വന്ന് ഇവിടെ പട്ടുപാവാടയ്ക്ക് വേണ്ടി കരയുന്നു. മോൾ അതൊന്നും കാര്യമാക്കണ്ട. മോക്ക് ഇഷ്ടമുള്ള ഇട്ടോണ്ട് മോള് പോക്കോ കേട്ടോ. അവള് ചുമ്മാ ഓരോന്നും പറയുന്നതാ. എന്നാ ശരി ആന്റി. എന്നാ നിന്റെ ബുക്ക്. എടി അസീന, നീ പോവുകയാണ്. എടി ഞാൻ പറഞ്ഞ ആരോടും പറയണ്ട കേട്ടോ. മേനകാ ഗാന്ധി പിടിക്കത്തില്ലടി. ഏപ്രിൽ ഫൂൾ. സെപ്റ്റംബർ മാസത്തിലാണ് ഏപ്രിൽ ഫൂള്. അമ്മയല്ല കുമ്മ. അസീനയുടെ ഉമ്മയുടെ മുഖത്ത് ഞാനിങ്ങനെ നോക്കും. നിന്നോട് ആരാ പറഞ്ഞേ പട്ടുപാവാട ഇടുന്നവരെയൊക്കെ പോലീസ് പിടിക്കുന്ന? അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ. അമ്മ ഇനി ഇത് പോയി അച്ഛനോടൊന്നും പറയല്ല. ഞാൻ ഇനി ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പൊ അമ്മ എനിക്ക് പട്ടുപാവാട ബ്ലൗസ് മേടിച്ച് തരുന്നില്ലെന്ന് തീരുമാനിച്ചോ? എന്നാ എനിക്ക് പാലും ബിസ്ക്കറ്റ് എടുത്തോണ്ടോ? എനിക്ക് വിശക്കുന്നു. അല്ല, അടിയുടെ കുറവാ പെണ്ണിന്. ഇന്നെല്ലാം കുളമാവുകയാണല്ലോ ഈശ്വര.